124 എന്ന വകുപ്പിനെക്കുറിച്ചും ആ വകുപ്പിൽ പെട്ടുപോകുന്ന പാവപ്പെട്ട കുട്ടികളെക്കുറിച്ചുമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. ആ പോസ്റ്റ് വായിച്ചപ്പോൾ ശരിക്കും അത് നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കണ്ണുമടച്ച് നടക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ആ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്. ഈ പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ മാതാപിതാക്കളോടാണ്. 124A എന്ന വകുപ്പ് ഗവർണറെയും പ്രസിഡന്റിനെയും വഴിതടയൽ ആണ്, ഗുരുതര വകുപ്പാണ്. പേരും അഡ്രസ്സും മുതുമുത്തച്ഛന്റെ അന്ത്യവിശ്രമത്തിന്റെ ഡീറ്റെയിൽസും അടക്കം സർവ്വരേഖകളും ഈ കേസിൽ 124A ഉൾപ്പെടുത്തിയ ഒരു വകുപ്പിൽ ആയ ഒരു കേസിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൈകളിലെത്തും. പിന്നെ നല്ല രീതിയിൽ പാസ്പോർട്ട് കിട്ടില്ല, ഒരു സർക്കാർ ജോലി കിട്ടില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഒരു നിസ്സാര കേസിൽപ്പെട്ടാലും മുൻകാലത്ത് ചെയ്ത ഈ കേസ് അതിന്റെ കൂടെ പൊന്തിവരും. അത് കൂനിന്മേൽ കുരുവാകും. ചുരുക്കി പറഞ്ഞാൽ ജീവിതം കോഞ്ഞാട്ടയാക്കി കളയുന്ന ഒരു വകുപ്പാണ് ഈ 124A. വെറുതെ ആണെന്ന് വിചാരിച്ചോ? ഗവർണർ ഖാൻ 1.5 മണിക്കൂർ നടുറോഡ് കുത്തിയിരുന്ന് 124A പ്രകാരം കേസെടുപ്പിച്ച് FIR ഇട്ട കയ്യോടെ അതിന്റെ കോപ്പിയുമായി പോയത് എന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ 2 മക്കൾക്കും 4 തലമുറയ്ക്കും തിന്നാനുള്ളത് അദ്ദേഹം ഉണ്ടാക്കി സേഫ് ആക്കിയിട്ടുണ്ട്. കൊച്ചുമക്കളും സേഫ് ആണ്. ഇടതുപക്ഷ മന്ത്രിമാരുടെയും MLA-മാരുടെയും മക്കളൊക്കെ സാമ്പത്തികമായും സാഹചര്യപരമായും വളരെ ഉയർന്ന നിലയിലും സേഫ് സൈഡിലുമാണ്. അവരാരും അവരുടെ ജീവിതം കോഞ്ഞാട്ടയാകുന്ന ഇതുപോലുള്ള പരിപാടിക്ക് തെരുവിലുണ്ടാകില്ല. 17 വയസ്സുള്ള ഒരു പെങ്കൊച്ചും 20ഉം 22 വയസ്സുള്ള 16 ആൺകുട്ടികളുമാണ് 124A പ്രകാരം അകത്ത് കിടക്കുന്നത്. ആ കുട്ടികൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല 124A പ്രകാരം ഇന്ന് ഞങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും എന്ന്. എന്തായാലും ഓർക്കണം, ഇവന്റെയൊക്കെ വാക്കുകേട്ട് പണ്ട് സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങിയ ഒരു പാവം ഇന്നും കട്ടിലിൽ നിന്ന് എണീക്കാതെ അവിടെ കിടക്കുന്നുണ്ട്. 42 ക്രിമിനൽ കേസിലെ പ്രതിയായ ആർഷോ എന്ന ക്രിമിനൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കാലത്ത് മന്ത്രിയാകുകയോ അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ തുക അതിലൂടെ സമ്പാദിക്കും. ജീവിതം കരിഞ്ഞുപോയി നിങ്ങളുടെ മക്കൾ എന്തു ചെയ്യും എന്ന ഒരു ചോദ്യം സമൂഹത്തിന് മുന്നിൽ ഇട്ടിരിക്കുകയാണ് ഈ പോസ്റ്റിലൂടെ. അതുകൊണ്ട് മക്കളെ കഴുകന് കൊടുക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. അല്ലെങ്കിൽ സമൂഹം പുളിവാറ് വെട്ടി അടിക്കുന്നത് നിങ്ങളെ ആയിരിക്കും. നേരത്തെ തിരുവനന്തപുരത്ത് 3 ഗവർണറെ തടഞ്ഞ് കരിങ്കൊടി കാണിക്കുകയും അതിക്രമത്തിന് ശ്രമിക്കുകയും കാറിന് കേടുപാട് വരുത്തുകയും ഒക്കെ ചെയ്ത SFIക്കാർക്കെതിരെ 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന IPC 124 അടക്കം കടുത്ത വകുപ്പുകൾ ചുമത്തിയിരുന്നു. രാഷ്ട്രപതിയും ഗവർണറെയും തടയുകയോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിന് ചുമത്തുന്ന പ്രത്യേക വകുപ്പാണിത്. കേരളത്തിൽ ആദ്യമായാണ് ഈ വകുപ്പ് ചുമത്തുന്നത്. പ്രതികൾക്കെതിരെ സംഘം ചേരൽ, കലാപശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടയൽ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. IPC 124 അടക്കം ശക്തമായ വകുപ്പുകൾ ചുമത്തണമെന്ന് രാജ്ഭവൻ പോലീസ് മേധാവിയോടും ചീഫ് സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് വകുപ്പുകളിൽ മാറ്റം വരുത്തിയത്. നിലവിലെ പ്രതിഷേധത്തിലും ഈ വകുപ്പ് ചുമത്തണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടത്. എന്തായാലും 124A എന്ന് പറയുന്ന ആ വകുപ്പ് വളരെ ഗുരുതരമായ ഒരു വകുപ്പാണ്. ആ വകുപ്പിൽപ്പെട്ട കേസിലായാൽ ഒരിക്കലും നമുക്കതിൽ നിന്ന് ഊരിക്കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. എന്തായാലും തെരുവിൽ ഇത്തരത്തിൽ ഗവർണർക്ക് നേരെ ആയാലും അല്ലെങ്കിൽ പ്രമുഖരായ ഇതുപോലെയുള്ള ഒരു രാജ്യത്തിന്റെ ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന നേതാക്കന്മാർക്കെതിരെ, അത്തരം സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്കെതിരെ സമരവുമായി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടെ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, നഷ്ടമാകുന്നത് സ്വന്തം ഭാവി തന്നെയായിരിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആവേശത്തിന്റെ പുറത്തിറങ്ങി ഇത്തരത്തിൽ ഒരു പ്രവൃത്തിക്ക് മുൻകൈ എടുത്ത ഈ സഖാക്കന്മാരെല്ലാം, ഈ കുട്ടി സഖാക്കന്മാരെല്ലാം ചെയ്തത് ശരിയായി എന്ന് എന്തായാലും വിചാരിക്കുന്നുണ്ടാവില്ല. കലാലയ പഠനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്വപ്നം കാണുന്നത് ഒരു സ്വന്തം ഒരു ജീവിതവും സേഫായിട്ടുള്ള ഒരു ജോലിയും ഒക്കെ തന്നെയായിരിക്കും. ഇതൊക്കെ ആ കലാലയ കാലത്ത് മാത്രമായി അവശേഷിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും പലർക്കും. പക്ഷേ ഇത്തരത്തിലൊരു കേസിൽ പെട്ടുപോയാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ നമുക്ക് അതുകൊണ്ട് ഖേദിക്കാൻ മാത്രമേ സാധിക്കൂ എന്നുള്ളതിന്റെ ഒരു വലിയ തിരിച്ചറിവ് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം നിലമേലിൽ ഇതുപോലെ കുട്ടികൾക്ക് കൊടുത്ത അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തെ വഴിതടയാൻ വന്നവർക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോളേജുകളിൽ, കലാലയങ്ങളിൽ ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ഓരോ ആൾക്കാരും ഭാവി ഭദ്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ആഗ്രഹമെങ്കിലും അങ്ങനെ ഉള്ളിലുണ്ടെങ്കിൽ, സ്വന്തം അച്ഛനമ്മമാരെ കുറിച്ച്, കഷ്ടപ്പെടുന്ന സ്വന്തം അച്ഛനമ്മമാരെ കുറിച്ച് ഒരല്പം ഓർമ്മ മക്കളായ നിങ്ങളിൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും തെരുവ് യുദ്ധത്തിനും ആരെയും വെല്ലുവിളിക്കാനും നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആരെയും വെല്ലുവിളിക്കാനും ഇറങ്ങി പുറപ്പെടാതെ ഇരിക്കുക എന്ന് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലൂടെ സമൂഹത്തിന് മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.